മറിയാമ്മ ചേട്ടത്തിയും അമേരിക്കയിലെത്തി. ഒരു മാസം കഴിഞ്ഞു. ജോസഫിയുടെ അമേരിക്കയിലെ വീട്ടിൽ തണുപ്പ് നിറഞ്ഞൊരു സായാഹ്നം. എന്നാ പിന്നെ ഇവിടുന്ന് മേടിച്ച് മുഴുത്തൊക്കെ കഴിച്ചല്ല. അതെങ്ങനെ? അത് റേഷനല്ല. എന്തെല്ലാം പ്രതീക്ഷയായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാം പൊട്ടിയില്ല. പുറത്തോട്ട് വീട്ടിൽ പറഞ്ഞിരിക്കാനൊക്കെ പൂച്ചയും ഏതും പോരാൻ ജോസ് കുട്ടി വന്നു തോന്നുന്നു. ഇല്ല, മീൻ കിട്ടിയില്ല. അപ്പോൾ നല്ല മീനൊന്നും ഇല്ലായിരുന്നേ. ഞാൻ ചൈനീസിൽ കൂടെ പോയി നോക്കാം. പച്ചക്കറി മേടിക്കും. പിന്നെ പാത്രമൊക്കെ ഞാൻ നേരത്തെ കഴുകി വെച്ചത്. മോള് വരുമ്പോഴത്തേക്കും പിന്നെ ഞാൻ കറി വെച്ചേക്കാം. ഓക്കെ. എടാ 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 ജോസൂരി നിൽക്കാണ്. ഓ അപ്പച്ചാ ചോദിക്കാതെ ആനയാ ഫോണ്. ആനയല്ലേ? ആനയൊന്നുമല്ലല്ലോ. എന്നതായാലും അവരുടെ കെട്ടുമല്ലേ. എടാ പാത്രം കഴുകാനും മീൻ കഴുകാനും വേണ്ടി നമ്മൾ അതിനെ ബാക്കിയൊന്നും പഠിച്ച് ശരിയാക്കിയത് നാണമില്ലല്ലോ. ഇങ്ങനെ സഹിച്ചിരിക്കണം. അപ്പച്ചാ അത് പിന്നെ അതിപ്പോ ഭയങ്കര തിരക്കല്ലേ. 100 കൂട്ടം കാര്യങ്ങളാവും. നീ ആയി എന്റെ പാടാണ്. ഇനി ഞാനെന്നാ പറയാനാ? ആട്ടെ, ഞങ്ങളുടെ ടിക്കറ്റിന്റെ കാര്യം എന്താടാ? അപ്പച്ചൻ എന്താ തിരക്ക് കൂട്ടുന്നത്? അമ്മച്ചി എന്തായാലും ഉടനെ നാട്ടിലേക്ക് തിരിച്ചിടണം. അത് ഞാനിവിടെ തീരുമാനിക്കണമല്ലോ. നീ എന്തായാലും പോയി ടിക്കറ്റ് ഇത് തീർന്നതാണ്. ഈ ഒരു കാര്യം നീ എന്തായാലും വിമാനത്തിൽ പോയത് ഇതിലൊരെണ്ണം പറഞ്ഞു. അല്ലാതെ അപ്പച്ചി തണുപ്പത് എങ്ങനെയാണ്? ഇനി അതിൻ്റെ ഓർമ്മയുള്ളൂ. കുടിച്ചോ ആള് വെച്ചാൽ പിന്നെ അതും ഞാൻ തന്നെ പോരാ. അങ്ങനെ ഒന്നും ഉണ്ടാവരുത്. ഞാനിവിടെ വെറുതെ ഇരിക്കുമ്പോൾ പിന്നെ എന്നാ ചെയ്യാനാണ്? 2 വർത്താനം പറയാൻ പോലും ആരും. ആ പിള്ളേരെ നോക്കാൻ തന്നെ പട്ടീഷയെ പോലും 2 ദിവസമായിട്ട് അറിയില്ല. ഇത് അവർക്ക് എന്നാ പറ്റില്ല? ഭാഷ മനസ്സിലാക്കിയില്ലെങ്കിലും നോക്കട്ടെ. ഓ, ഈ അപ്പച്ചനെ നാറ്റിച്ചാവുന്നില്ല. അവളെ ഞങ്ങളത് പറഞ്ഞു വിട്ടു. അപ്പച്ചന് ഒരു നോട്ടവും ചിരിയും. അല്ല, വയസ്സ് എത്ര എന്ന വിചാരം. അവൾ അങ്ങനെ പല പരാതി കൊടുത്താൽ നമ്മളെല്ലാം അമ്മച്ചി വരുന്നുണ്ടല്ലോ. എന്നാ ഞാൻ ആക്കില്ല. അയ്യോ, നിന്റെ തലമുടിക്ക് എന്നാ പറ്റി? ഇതല്ലേ ഇവിടുത്തെ സ്റ്റൈല്. നാടോടുമ്പോ തടയോ. ഈ ആഴ്ച 2 ജീൻസ് മേടിച്ചു തരാമെന്ന് ആനിമോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവസാന നാളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നീ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല അറിയാമേ, നീ ഇപ്പൊ എവിടെ പോയി ചൊല്ലുക? ഞാൻ അടുത്ത വീട്ടിലെ ജാനകിയെ ഒന്ന് കാണാൻ പോയത്. നേരെ പോയത്. പിന്നെ നിങ്ങൾ അറിഞ്ഞോ, ആ 3ാമത്തെ വീട്ടിലെ MP ഡോക്ടറില്ലേ, അവളും കെട്ടിയവനും ഡ്രൈ വാഷ് ചെയ്യാൻ പോകും. അങ്ങനെ പറയാം. നിന്റെ ഈ പരോഷണമൊന്നും വൃത്തിന്റെ പറയാമേ. അതെങ്ങനെ പന്തീരാണ്ട് കാലം കൊള്ളിട്ടാലും പട്ടീനെ വളരെ ഭംഗിയിരിക്കും. ജോയോ? അതാരാ? ആ പിതാവിന്റെ ചെറുതാണോ? ഞാനും കണ്ടില്ല. അത് നമ്മുടെ ജോസ് കുട്ടി. ഇവിടെ എല്ലാരും അങ്ങനെയല്ലേ അവനെ വിളിക്കുന്നത്. പൊന്നു പറയാമേ, കർത്താവിനെ ഓർത്ത് നീ എന്റെ പേരോട് മാറ്റിക്കളയായിരുന്നു. മഹാവൃത്തികളാണ്. പിന്നെ ഞാൻ ആ ജോസ് കുട്ടിയോട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനത് പറയാൻ വരുവായിരുന്നു. ഒന്നും മനസ്സിലായില്ലെങ്കിലും ഇവിടുത്തെ ഫുട്ബോൾ കളി പോയി ഇരുന്ന് കാണും. ടിക്കറ്റ് കിട്ടിയോ? കളി കാണാൻ ടിക്കറ്റ്. നാട്ടിൽ പോകാനോ? നാട്ടിൽ പോകാനോ? നിങ്ങൾ ഒറ്റയ്ക്ക് പോയോ? ഞാനെങ്ങും വരുന്നില്ല. അല്ല, നിങ്ങൾക്കെന്താ ഇപ്പൊ ഒരു മനമാറ്റം? ഇത് നല്ല കഥ. നിനക്കാദ്യം ഇങ്ങോട്ട് പോകാൻ വലിയ വിഷമായിരുന്നല്ലോ. ഒന്ന് ആലോചിച്ച നാട് തന്നെ എല്ലടി നല്ലത്. ഒരു നാട് ആകപ്പാട് ചൂടും പൊടിയും ചാണകവും പശു. ഇവിടെയൊക്കെ എന്നാ ഭംഗിയാ. എന്നാലും നാടിന്റെ അത്രയും ഭംഗിയുണ്ട്. പച്ച പട്ട് വിരിച്ച നെൽപ്പാടങ്ങളും
മഞ്ഞു ഉദച്ച മലനിരകൾ, കറുപ്പിൽ വെള്ളം ഓർമ്മിച്ച കല്ലുഷാപ്പുകൾ. നീ ഓർക്കുന്നില്ലേ മലയാളി? വാഗമണ്ണിലെ കുന്നും പുറത്തോട് പണ്ട് നമ്മൾ നടന്നത് പിള്ളേരെ കൊണ്ടുവന്നതിന് മുമ്പ് അന്നത്തെ ആ പഴയ പാട്ടൊക്കെ ഇപ്പോഴും മനസ്സിലേക്ക് വരുവാ. മറിയാമേ, നീ കാര്യമായിട്ടാണോ? അതെ, കാര്യമായിട്ട് തന്നെ. നിങ്ങൾ ഈ കാര്യം പറഞ്ഞ് എന്റെ അടുത്ത് വന്നേക്കരുത്. നീ ഇപ്പോഴും ആ പരിശുദ്ധവന്റെ മോള് തന്നല്ലേ? മനുഷ്യ, എന്റെ അപ്പനെ പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാൽ നീ എന്നാ ചെയ്യും? അപ്പച്ചാ, അമ്മച്ചി ഒന്ന് അടങ്ങ്. ഇവിടെ കിടന്ന് മോളം ഉണ്ടാക്കല്ലേ? മോനെ ജോസൂട്ടി, നീ കേട്ടോടാ? ഇത് ഞാൻ എന്റെ അപ്പനെ പറഞ്ഞടാ. അമ്മച്ചി ക്ഷമിക്ക്. അമ്മച്ചി ഒന്ന് ആൾക്കൊണ്ടില്ല. അപ്പച്ചനെന്നാ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത്? നീ തന്നെ ഞാനിവിടെ എത്ര കഷ്ടപ്പാട് സഹിച്ചോ നിനക്കറിയാമല്ലോ. ഇപ്പൊ ഇവക്ക് നാട് വേണം. ഇതൊരു മാതിരി വേടി കിടന്ന പാമ്പിനടുത്ത് കോത്താഴത്ത് വെച്ച് പറയും. അപ്പച്ചാ, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. കുറേ ദിവസം കഴിയട്ടെ. ദിവസം വേണ്ട, 3 ദിവസം. എനിക്കിപ്പോ നാട് നിനക്ക് എടുത്തിട്ടെടുക്കാൻ പറ്റുമല്ലോ. ആനി വരുന്നത് അപ്പച്ചൻ കുപ്പിന് അസുഖം അത്തോട്ടും അവള് കണ്ട പിന്നെ ഇനി അത് ഇവിടെ വായ്പ നിൽക്കണോ? പിള്ളേരെ ട്യൂഷൻ ക്ലാസ് കൊണ്ടുവരാൻ സമയമില്ലേ? ഉള്ളൂ. ആനി ഒരു ചെറിയ പ്രശ്നം. എന്നാ പ്രശ്നം? കറി വെച്ചില്ലേ? ജോലിക്ക് ഉത്തരവാദിത്തമില്ലാതെ തുടങ്ങിയാലോ? കറി വെച്ചു. അതല്ല, അപ്പച്ചൻ നാട്ടിൽ പോകണം. കുഴപ്പമാവോ? ഞാനാണെങ്കിൽ അമ്മച്ചി ഒന്ന് സോപ്പിട്ട് വരുമായിരുന്നു. അമ്മച്ചി ഇവിടെ ഉണ്ടെങ്കിൽ പിള്ളേരെ നോക്കിക്കൊള്ളു. അല്ലെങ്കിൽ ആ പെട്രീഷ്യക്ക് $1 മാസം $1000 ആകുന്നു. പെട്രീഷ്യ പറഞ്ഞിട്ടതും അപ്പച്ചൻ പിടിച്ചില്ലെന്ന് തോന്നുന്നു. ഇതോട് ചോദിച്ചു. നിങ്ങളുടെ അപ്പനായതുകൊണ്ട് പറയുന്നല്ല, അപ്പന്റെ സ്വഭാവത്തിൽ കമ്പത്തിന്റെ സ്വഭാവം. അവളെ പറഞ്ഞു വിട്ട് നന്നായി, അല്ലെങ്കിൽ അവളുടെ പിള്ളേരെ കൂടെ നമ്മൾ നോക്കണം. അമ്മച്ചിക്ക് എന്തായാലും തിരിച്ചു പോകാനൊന്നും പറയാം. അതേ, ഞാൻ പറഞ്ഞു അമ്മച്ചിയെ വിട്ട് മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ആക്കാം. അമ്മച്ചി അതിലങ്ങ് വീഴും. നീ അതിന്റെ ഓർമ്മയോ? ഓരോ എതിർക്കൽ പറയാൻ നീയും അത് വിശ്വസിക്കാൻ. പിന്നെ എനിക്കിതൊരു പാർട്ടിക്ക് പോകണം. ലേറ്റ് ആയ വരും. ഒരു പുതിയ കാര്യമല്ലല്ലോ. ഞാൻ എന്തായാലും ചെന്ന് പിള്ളേരെ പോകില്ല. നീ മേടിക്കുന്ന കാര്യം മറക്കണ്ട. അമേരിക്കയിൽ നടന്ന ഈ സംഭവങ്ങളൊന്നും അറിയാതെ നാട്ടിൽ കൊച്ചാപ്പി ചേട്ടന്റെ വീട്ടിൽ തോമസ് കുട്ടി സുഖമായി താമസിക്കുമ്പോൾ ഒരു ദിവസം പിടിച്ച് ഞാൻ ആശുപത്രി കിടന്നു. ആരുടെ കാര്യമാ? ആര് ചതിച്ചെന്ന പീതാംബരചേട്ടൻ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതെ, അന്ന് കൊച്ചാപ്പിച്ചേട്ടൻ അമേരിക്കയിൽ പോയപ്പോൾ കൊണ്ടുപോകാൻ പറഞ്ഞ ഒരു അച്ചാറ് പറഞ്ഞില്ല, അത് ഞാൻ അങ്ങ് വീട്ടിൽ കൊണ്ടുപോയി. വൈകുന്നേരം ഒരു ശകലം കൂട്ടിയതേ ഉള്ളൂ. വയറിളക്കി എൻ്റെ കാരണം ഉടനോട് പറഞ്ഞു പോകാൻ. ചക്കിന് വെച്ചത് നോക്കിനെ. അല്ല, പീതാംബരചേട്ടൻ കൊണ്ടുവന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ അന്നേരെ പറഞ്ഞില്ലേ ചേട്ടാ, അച്ചാർ കൊണ്ടുപോകരുതെന്ന്. അതെ, എൻ്റെ ഭാര്യയ്ക്ക് ജോസൂട്ടിയുടെ കെട്ടിയോളെ കണ്ണെടുത്താൽ കാണിച്ചില്ല. അവളെ അച്ചാറിനകത്ത് എന്താണ്ട് പണി പിടിച്ച. ഏതാ ഒരു കാർ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അപ്പറ്റണോ പെട്ടെന്ന് ഇങ്ങനെ ഒരു മുന്നറിയിപ്പില്ല? അതെന്നാടാ എനിക്ക് എൻ്റെ വീട്ടിൽ വരാൻ മുന്നറിയിപ്പ്? അതെ, എന്നെ ഞാൻ എയർപോർട്ടിൽ വന്നേനല്ലോ. അമ്മച്ചി എവിടെ? അവളെ വന്നില്ല. അവക്ക് അമേരിക്ക കണ്ടപ്പോ എന്നെ വേണ്ട.
എന്നാലും അത് നോക്കി കടന്നു കഴിഞ്ഞു. അല്ല മാത്രം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ജോസൂട്ടി ആയാലും കൂടെ അവരവിടെ സോപ്പിട്ട് നിർത്തിക്കുക. എന്തിനാണെന്നറിയോ? പിള്ളേരെ നോക്കാനാ. അവരുടെ കണക്കിൽ കാശ് എത്രയാണ് ലാഭം? അതെങ്ങനെയാണ് കൊച്ചാപ്പിച്ചേട്ടാ? എടാ അവിടെ പിള്ളേരെ കൊണ്ട് ഒരു വലിയ ജോലിയാണ് ബേബി ഷിറ്റിങ്. ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് ജോസൂട്ടിയുടെ പിള്ളേരെ നോക്കിയത് ഒരു മദാമയാണ്, പട്രീഷ്യ. മാസം $1000 ശമ്പളം. അമ്മച്ചിയെ കിട്ടിയപ്പോൾ പട്രീഷ്യ അവർ പറഞ്ഞോളൂ, പാവ പട്രീഷ്യ. ഓ, അത് കഷ്ടമായി. എന്നാലും എനിക്കങ്ങനെ കണ്ണിച്ചോളാൻ പെരുമാറാൻ പറ്റുമോ? തിരിച്ചു പോയാൽ ഞാൻ ടിക്കറ്റ് ഉണ്ട്. അറിയാമെയാണ് വരത്തു. പിന്നെ ഞാൻ നോക്കി ഈ വഴിയാകണം.